ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മറ്റൊരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ നമ്മുടെ കയ്യിലുള്ളത് ലാവേൻ്റെ ഏറ്റവും പുതിയ 5G സ്മാർട്ട് ഫോണാണ്. ലാവ ബ്ലേസ് 5G ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് 9,999 രൂപയാണ്. ഇത് ഇൻട്രൊഡക്ടറി പ്രൈസിംഗ് ആണ്. അത് കഴിഞ്ഞ് 10,999 രൂപയാണ്. അപ്പോൾ ഈ വിലയ്ക്ക് വരുന്ന ഹാർഡ്വെയറും ഇതിൻ്റെ സ്പെക്സും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുകയാണ്. അപ്പോൾ ഇതൊരു അഫോർഡബിൾ അല്ലെങ്കിൽ എൻട്രി ലെവൽ ബഡ്ജറ്റ് 5G സ്മാർട്ട് ഫോണാണ്. നമ്മുടെ നാട്ടിൽ ഓൾറെഡി 5G ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. പല സിറ്റീസിലും ഇപ്പോൾ അവൈലബിൾ ആണ്. കേരളത്തിൽ വന്നിട്ടില്ലെങ്കിലും ഉടൻ തന്നെ വരും. അപ്പോൾ നിങ്ങളൊരു 5G ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് ലാവ ബ്ലേസ് 5G. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ലാവ ബ്ലേസ് 5G അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ഇവിടെ തന്നെ എഴുതിയതാണ് ലാവ ബ്ലേസ് 5G എന്ന് എഴുതിയതാണ്. പ്രൗഡ്ലി ഇന്ത്യൻ എഴുതിയതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്പെക്സ് എഴുതിയിട്ടുണ്ട്. ബേസിക് സ്പെക്സ് ആണ് എഴുതിയിരിക്കുന്നത്. പ്രീമിയം ഗ്ലാസ് ബാക്ക് ഡിസൈൻ, അതായത് നമ്മൾ ഇതിനു മുമ്പ് അൺബോക്സ് ചെയ്ത ലാവയിലും ഗ്ലാസ് ബാക്ക് ഡിസൈനാണ്, അതായത് ബാക്ക് ഗ്ലാസ് ആയിരുന്നു. ഇവിടെ തന്നെ 2K വീഡിയോ റെക്കോർഡിംഗ് വിത്ത് EIS സപ്പോർട്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവൻ 15 രൂപയും അല്ലെങ്കിൽ 16 രൂപേൻ്റെ ഫോണിന് വരെ EIS ഇല്ലാത്ത ഒരുപാട് സ്മാർട്ട് ഫോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. 50 മെഗാ പിക്സൽ AI ട്രിപ്പിൾ ക്യാമറ, 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് UFS സ്റ്റോറേജും, അതായത് 4GB + 3GB റാമും 128GB സ്റ്റോറേജുമാണ് വരുന്നത്. സൈഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് അൺലോക്കുമാണ്. പവർഫുൾ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 6.5 ഇഞ്ചസ് HD IPS ഡിസ്പ്ലേ ആണ്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. പിന്നെ ക്ലീൻ Android 12 വിത്ത് അനോണിമസ് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ, അതായത് നമുക്ക് കോൾ റെക്കോർഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ഒരുപാട് ഫോൺസിൽ കോൾ റെക്കോർഡിംഗ് ചെയ്യുമ്പോൾ അതൊരു അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതില്ല എന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ 2.2 GHz മീഡിയ ടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 ചിപ്പാണ് വരുന്നത്. അതൊരു നല്ല ഒരു പെർഫോമിംഗ് എൻട്രി ലെവൽ ബഡ്ജറ്റ് എന്താ പറയുക 5G ചിപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 4GB + 3GB വെർച്വൽ റാമാണ് വരുന്നത്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് സ്പെക്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഞാൻ നേരത്തെ പറഞ്ഞു 9,999 രൂപയാണ്. 2 കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. ഇവിടെ കളേഴ്സ് കാണാം, ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ ജിയോ മിന്ത്ര ഓഫേഴ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് കിട്ടുന്നത് ഒരു കേസാണ്. ഒരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. അതുകൊണ്ടില്ലേ, നല്ലൊരു സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റർ പിന്നും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടുന്നത് ഇവിടെ ലാവേൻ്റെ സർവീസിൻ്റെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഫ്രീ ഹോം സർവീസ് ഉണ്ട്. വിത്തിൻ 24 hours സർവീസ് പ്രോമിസാണ് വരുന്നത്. പാൻ ഇന്ത്യ കവറേജ് ഉണ്ട്. ഡോർ സ്റ്റെപ്പ് സർവീസാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡിവൈസ് വാങ്ങണവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വീട്ടിൽ തന്നെ വന്ന് സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അത് അവെയിൽ ചെയ്യണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് സ്മാർട്ട് ഫോണാണ്. നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ നമുക്കൊരു കേബിളാണ്, USB Type-C കേബിളാണ്. ഈ കേബിൾ ഉണ്ട്, നല്ലൊരു ക്വാളിറ്റി കേബിളായിട്ട് എനിക്ക് തോന്നി. നല്ല കനമുള്ള കേബിൾ, അതായത് മെറ്റീരിയൽ ഫിനിഷും നല്ലതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് ചാർജറാണ്. ഒരു 15 watt ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉണ്ടല്ലേ, ബേസിക് ചാർജിങ് ആണ്. അതിൻ്റെ വോൾട്ടേജ് പറയുക 5 volt 2.4 ആംപിയർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 15 watt ചാർജിങ് ആണ് വരുന്നത്. 2 USB പോർട്ട് ഉണ്ട് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വേറെ ഏതെങ്കിലും ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ പോലും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ചാർജർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 6.5 ഇഞ്ചസ് HD + IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല കളേഴ്സാണ്, നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ പ്രോപ്പർട്ടീസ് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് റിഫ്രഷ് റേറ്റും കൂടി നമുക്ക് നോക്കാം. അത് കണ്ടില്ല, സ്ക്രീൻ റിഫ്രഷ് റേറ്റ് 90 Hz സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതൊരു നല്ല ആസ്പെക്റ്റാണ്. കാരണം നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഹയർ റിഫ്രഷ് റേറ്റ് ഉണ്ടാവുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് റിഫ്രഷ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കളേഴ്സ് എല്ലാം കുഴപ്പമില്ല. വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. ബ്രൈറ്റ്നസ് ലെവൽസും അത്യാവശ്യം കുഴപ്പമില്ല. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് കളേഴ്സും വൈബ്രൻസിയും അതേപോലെ ബ്രൈറ്റ്നസ് ലെവൽസും. അതെല്ലാം തന്നെ ഇതിനകത്ത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു 10,000 രൂപേൻ്റെ ഫോൺ വേണ്ട. പിന്നെ വൈഡ് വൺ L1 ഉണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതും കൂടി നല്ലൊരു ആസ്പെക്റ്റാണ്. ഇനി ഡിസ്പ്ലേയിലകത്ത് ഇവിടെ നോച്ചാണ് വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. കാരണം ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 8 മെഗാ പിക്സൽ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ്. താഴത്തെ ബെസൽസ് കുറച്ചധികമാണ്, എങ്കിലും നമുക്ക് ബഡ്ജറ്റ് ഡിവൈസ് ആയതുകൊണ്ട് കാര്യമായ ഒരു കംപ്ലൈൻ്റ് ഒന്നും പറയാനില്ല. സൈഡൊക്കെ തന്നെ നല്ല സ്ലിം ബെസൽസ് ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു ഫ്ലാറ്റ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. ഇവിടെ നമുക്ക് വോളിയം കീസ്
ആണ്. സിം ട്രേയാണ്. ഇത് ഹൈബ്രിഡ് സ്ലോട്ടാണ് വരുന്നത്. ഇവിടെ ഒരു പവർ ബട്ടനാണ്. പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും. മുകൾ ഭാഗത്ത് ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നും തന്നെ ഇല്ല. താഴത്ത് നമുക്ക് ഒരു 3.5mm ഓഡിയോ ജാക്കും അതേപോലെ തന്നെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡിസൈൻ ആസ്പെക്റ്റ് പറയുക. ഇനി ബാക്ക് ഡിസൈൻ, ഇതാണ് ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് ആസ്പെക്റ്റ്. നല്ലൊരു അട്രാക്റ്റീവ് ഡിസൈൻ. ഒരു 50 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. LED ഫ്ലാഷിംഗ് ആണ്. പിന്നെ ഇവിടെ എഴുതിയതാണ് AI ക്യാമറാസ്. ഇത് ഗ്ലാസ് ഫിനിഷാണ്. നല്ല ഒരു ഫിനിഷാണ്. ലാവ 5G എന്ന് എഴുതിയതാണ്. അപ്പോൾ നല്ല ഒരു സ്മൂത്ത് മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ഗ്രീൻ കളറാണ്. വേറെ ഒരു ബ്ലൂ കളറും കൂടിയുണ്ട്. അപ്പോൾ നല്ലൊരു ഇൻഹാൻഡ് ഫീലും ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഇൻഹാൻഡ് ഫീലും ഉണ്ട്. അതേപോലെ ബാക്കിൽ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രീമിയംനെസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡിസ്പ്ലേയും നല്ലതാണ്. ഡിസൈനും ക്വാളിറ്റി എല്ലാം തന്നെ എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാം. ഇതിനകത്ത് വളരെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്ക് കാണാം തേർഡ് പാർട്ടി ആപ്സ് ഒന്നും തന്നെ ഇല്ല ഇതിനകത്ത്. ആക്ച്വലി ലാവേൻ്റെ ഒരു ഗൈഡ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ സ്റ്റോക്ക് ഗൂഗിളിൻ്റെ ആപ്സാണ്. FM റേഡിയോ ഉണ്ട്, പിന്നെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ബാക്കി എല്ലാം തന്നെ ഗൂഗിളിൻ്റെ ആപ്സാണ്. വേറെ ഒരു തേർഡ് പാർട്ടി ആപ്പും ഇൻസ്റ്റാൾഡ് അല്ല. അപ്പോൾ വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി UI നോക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ലൊരു UI ആണ്. ഗ്രൂപ്പ്ഡ് ആണ്. നല്ലൊരു കളർഫുൾ UI ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി അബൌട്ട് ഫോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ലാവ പിന്നെ 120 GB സ്റ്റോറേജ് ആണ് വരുന്നത്. Android 12 ആണ് വരുന്നത്. 2 സിം കാർഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞു Dimensity 700 ചിപ്പാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് തോന്നുന്നു. കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് കാണാൻ സാധിച്ചില്ല. നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇൻ്റലിജൻസ് അസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അഡീഷണൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് 3 ഫിംഗർ സ്ക്രീൻഷോട്ട്, ആൻറ്റി ഫേക്ക് ടച്ച് മോഡ്, സിംഗിൾ ഹാൻഡഡ് മോഡ്, അപ്ലിക്കേഷൻ സൈഡ് അപ്ലിക്കേഷൻ ബാർ, ലിഫ്റ്റ് വേക്ക്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാറ്ററി ഓപ്ഷൻസും ഉണ്ട്, അതേപോലെ ജെസ്റ്റർ സപ്പോർട്ടും ഉണ്ട്. ഇങ്ങനെ എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഓവറോൾ എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ 2-3 ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് പറയാം. ഒന്ന്, ഇതിനകത്ത് എല്ലാ ഇന്ത്യൻ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. ഇത് 5G ഡിവൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഏതൊക്കെ ബാൻഡ്സാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ വരുന്ന എല്ലാ 5G ബാൻഡ്സും ഇത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏത് നെറ്റ്വർക്ക് എടുത്താലും നിങ്ങൾക്ക് ഇതിനകത്ത് 5G കിട്ടുന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തത് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ക്യാമറ ഒന്ന് എടുക്കാം. അപ്പോൾ ഒരു 50 മെഗാപിക്സൽ AI ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ UI. ക്യാമറ UI നമുക്കാണ് നൈറ്റ് മോഡ് ഉണ്ട്, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എനേബിൾ ചെയ്യാം ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നെ നമുക്ക് 2K വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. ഇതുണ്ടല്ലേ, 2K വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ടഡ് ആണ്. കുറച്ചും കൂടെ അടുത്ത് കാണാം. 2K വീഡിയോ റെക്കോർഡിംഗ്, അതേപോലെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പിന്നെ ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, ബ്യൂട്ടി, അങ്ങനെ എല്ലാ മോഡ്സും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു UI ആയിട്ട് എനിക്ക് തോന്നി. കാരണം പ്രോ മോഡ് ഉണ്ട്, അൾട്രാ HD ഫോട്ടോസ് എടുക്കാവുന്നതാണ്. പിന്നെ മാക്രോ മോഡ് ഉണ്ട്, കണ്ടില്ലേ, മാക്രോ സെൻസർ ഉണ്ട്. അപ്പോൾ നമുക്ക് മാക്രോ ഫോട്ടോസും എടുക്കാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു ക്യാമറ UI എക്സ്പീരിയൻസ് ആണ്. ഇനി നമുക്ക് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അതിന് മുമ്പ് ഇതിനകത്ത് 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം തന്നെ ലാവ ബ്ലേസ് 5G എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് കമൻറ്റ് പറയാവുന്നതാണ്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും അതേപോലെ തന്നെ 2K വീഡിയോ റെക്കോർഡിങ്ങും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. ഇനി ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും അതേപോലെ തന്നെ 5000 mAh കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നല്ല നമുക്കൊരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. അതേപോലെ 15 വാട്ട് ചാർജിങ് ഉണ്ട്. അതെനിക്കൊന്ന് കുഴപ്പമില്ലാത്തൊരു ചാർജിങ് ആണ്. അറൗണ്ട് 2 hours+ എടുക്കും ചാർജ് ചെയ്യാൻ. എങ്കിലും അത് എനിക്കൊന്ന് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ടോട്ടലി വേർത്താണ് 5000 mAh കപ്പാസിറ്റി ബാറ്ററി. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഇതിനകത്ത് എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയ 2K വീഡിയോ റെക്കോർഡിംഗ് വിത്ത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ, 6.5 inches IPS HD+ ഡിസ്പ്ലേ വിത്ത് വൈഡ് വൈൻ L1 സപ്പോർട്ടാണ്. അതേപോലെ ക്ലീൻ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. കോൾ റെക്കോർഡിംഗ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ UFS സ്റ്റോറേജും 4GB റാമും 120GB സ്റ്റോറേജുമാണ് വരുന്നത്. എക്സ്പാൻഡബിൾ വെർച്വൽ റാം 3GB ആണ്. പിന്നെ പ്രീമിയം ഗ്ലാസ് ഫിനിഷുമാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു
5G ഡിവൈസാണ്. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങളൊരു 5G ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ് നമുക്ക് പറയാം. പിന്നെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് യൂട്യൂബ് പ്ലേ ചെയ്യും എന്നുള്ളതും കൂടി ഒരു ഫീച്ചറാണ്. അതിന് യൂട്യൂബ് പ്രീമിയം എന്താ പറയുക സബ്സ്ക്രിപ്ഷൻ വേണം, എങ്കിലും അത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ പ്ലേ ചെയ്യും എന്നുള്ളത് മറ്റൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ലാവ ബ്ലേസ് 5Gൻ്റെ ഒരു ഓവറോൾ ഫീച്ചേഴ്സും അതേപോലെ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു 1-2 കാര്യങ്ങൾ. ഒന്ന് ഡിസൈനും ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. അതേപോലെ ക്യാമറ ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റിയും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് സോഫ്റ്റ്വെയർ ആണ്. വളരെ ക്ലീൻ ആൻഡ് സ്റ്റോക്ക് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു തേർഡ് പാർട്ടി ആപ്സോ അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസോ ജങ്കോ ഇൻസ്റ്റാൾഡ് അല്ല. അതിന് തന്നെ വളരെ നല്ലൊരു ക്ലീൻ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 9,999 രൂപയാണ്. ഇത് ആമസോണിൽ അവൈലബിൾ ആണ് 2 കളേഴ്സിൽ, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഇത് ഇനീഷ്യൽ സെയിൽ കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് 10,999 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു 5G ബഡ്ജറ്റ് അഫോർഡബിൾ 5G ഡിവൈസായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ലാവ ബ്ലേസ് 5G. പിന്നെ ഇതിൻ്റെ എല്ലാത്തിനുപരി ലാവേൻ്റെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റും ഇതിലൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ സർവീസ് സെൻറ്ററിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ സർവീസ് അറ്റ് ഹോം എന്ന് പറഞ്ഞ ഫീച്ചറും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ലാവ ബ്ലേസ് 5Gൻ്റെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.